വടക്കൻ കേരളത്തിന്റെ മണ്ണിൽ ചെണ്ടമേളത്തിന്റെ നാദം ഉയരുമ്പോഴും അഗ്നിയുടെ പ്രകാശത്തിൽ തെയ്യം ഉയർത്തെഴുന്നേൽക്കുമ്പോഴും ഒരു വീരസാന്നിധ്യം വീണ്ടും വീണ്ടും അനുഭവപ്പെടും. കണ്ണൂരിനും തളിപ്പറമ്പിനും ഇടയിലുള്ള മാങ്ങാട്ട്. അവിടെ മേത്തളിയില്ലത്ത് കുമരച്ചനും പരക്കയില്ലത്ത് ചക്കിയമ്മയും എല്ലാം ഉണ്ടായിരുന്നുവെങ്കിലും ഒരു കുറവ് മാത്രം അവരുടെ ജീവിതത്തിലുണ്ടായിരുന്നു: ഒരു സന്താനം. ആ കുറവ് നികത്താൻ അവർ ചുഴലി ഭഗവതിയെ പ്രാർത്ഥിച്ചു. അവരുടെ പ്രാർത്ഥന ഫലിച്ചു. ഒരു മകൻ ജനിച്ചു. ആ കുഞ്ഞിന് അവർ പേരിട്ടു മന്ദപ്പൻ. മന്ദപ്പൻ വളരുന്നതിനൊപ്പം അവന്റെ സ്വഭാവവും വ്യക്തമായി വരാൻ തുടങ്ങി. അവൻ മറ്റു കുട്ടികളെപ്പോലെ ആയിരുന്നില്ല. അവന്റെ കണ്ണുകളിൽ ഭയമില്ലായിരുന്നു. അവന്റെ ചലനങ്ങളിൽ ഒരു യോദ്ധാവിന്റെ ഉറച്ച നിലപാടുണ്ടായിരുന്നു. കലരിപ്പയറ്റിൽ അവൻ അതിവേഗം മുന്നേറി. ആയുധങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ അത്ഭുതകരമായ കഴിവ് പ്രകടിപ്പിച്ചു. ഗ്രാമക്കാർക്കിടയിൽ ഒരു അഭിപ്രായം പതിഞ്ഞു: ഇവൻ ഒരു സാധാരണ ബാലനല്ല, ഭാവിയിൽ വലിയൊരു വീരനായിരിക്കും. പക്ഷേ മന്ദപ്പന്റെ ഈ വഴികൾ അവന്റെ അച്ഛനായ കുമരച്ചന് ഇഷ്ടമായില്ല. അവൻ കൂട്ടുകാരോടൊപ്പം കറങ്ങി നടക്കുകയും ആയുധാഭ്യാസത്തിന് പോകുകയും പാവപ്പെട്ടവരോട് അടുപ്പം പുലർത്തുകയും ചെയ്തിരുന്നു. ഇതെല്ലാം കണ്ട കുമരച്ചന്റെ അസഹിഷ്ണുത ക്രമേണ കോപമായി മാറി. ഒരു ദിവസം ആ കോപം വാക്കുകളായി പൊട്ടിത്തെറിച്ചു: ഇവനിനി ചോറും പാലും കൊടുക്കണ്ട. അവൻ വീട്ടുകാരെ കർശനമായി വിലക്കി. പക്ഷേ ഒരു അമ്മയുടെ മനസ്സ് മകനെ വിശപ്പോടെ കാണാൻ സമ്മതിക്കുമോ? ചക്കിയമ്മ രഹസ്യമായി മന്ദപ്പന് ഭക്ഷണം കൊടുക്കാൻ തുടങ്ങി. ഒരു ദിവസം ആ രഹസ്യം കുമരച്ചന്റെ കണ്ണിൽപ്പെട്ടു. അവന്റെ കോപം അതിരുവിട്ടു. മന്ദപ്പന്റെ പ്രിയപ്പെട്ട വില്ലെടുത്ത് അവൻ അതിനെ ചവിട്ടിയോടിച്ചു, കിണറ്റിലേക്ക് എറിഞ്ഞു. ആ നിമിഷം മന്ദപ്പന്റെ ഉള്ളിൽ ഒരു വലിയ മാറ്റമുണ്ടായി. അവൻ ഒന്നും പറയാതെ ഒരു തേങ്ങയെടുത്ത് രണ്ടായി പൊട്ടിച്ചു. വാതിൽപ്പടിയിൽ വെച്ച് അവൻ ശാന്തമായ ശബ്ദത്തിൽ പറഞ്ഞു: ഇത് വീണ്ടും ഒന്നാകുന്ന ദിവസം, അന്നേ ഞാൻ ഈ വീട്ടിലേക്ക് തിരിച്ചു വരും. ആയുധം പോയതും ആയുസ് പോയതും എനിക്കൊരുപോലെയാ. അതൊരു കോപത്തിന്റെ വാക്കല്ലായിരുന്നു, അത് ഒരു തീരുമാനമായിരുന്നു. അന്നു മുതൽ മന്ദപ്പന്റെ ജീവിതം മറ്റൊരു വഴിയിലേക്ക് തിരിഞ്ഞു. കുടകിലേക്ക് കച്ചവടത്തിനായി പോകുന്ന കൂട്ടുകാരോടൊപ്പം അവൻ പോകാൻ തീരുമാനിച്ചു. കുമാരച്ചന്റെ കോപത്തെ ഭയന്നും തന്റെ ഏക മകൻ പോയാൽ ചക്കി സ്വയം അപായപ്പെടുത്തുമെന്ന് പേടിച്ചും മണ്ണപ്പനെ കൂടെ കൂട്ടാൻ സുഹൃത്തുക്കൾ മടിച്ചു. മാങ്ങാട്ട് ഒരു കാഞ്ഞിരത്തിന്റെ ചുവട്ടിലിരുത്തി അവർ അവന് മദ്യം നൽകി. മദ്യം കഴിച്ച് ബോധരഹിതനായ മന്നപ്പനെ അവിടെ തന്നെ ഉപേക്ഷിച്ച് അവർ കടന്നുകളഞ്ഞു. ബോധം തെളിഞ്ഞപ്പോൾ മാത്രമാണ് സുഹൃത്തുക്കൾ തന്നെ ചതിച്ച വിവരം മന്നപ്പൻ തിരിച്ചറിഞ്ഞത്. എന്തുതന്നെ ആയാലും ഞാൻ നിങ്ങളെ ഒരു തരത്തിലും വഞ്ചിക്കില്ല എന്ന് മന്ദപ്പൻ ഉറപ്പിച്ചു പറഞ്ഞു. ഒരു യോദ്ധാവിന്റെ മനസ്സോടെ അവൻ നടന്നു. കതിവന്നൂരിലുള്ള അമ്മാവന്റെയും അമ്മായിയുടെയും വീട്ടിലെത്തി. അവരുടെ മകനായ അണ്ണൂക്കന്റെ ഒപ്പം താമസിച്ചു. കഠിനാധ്വാനിയായ മന്ദപ്പൻ പാടങ്ങളിൽ സ്വർണവിളകൾ കൊയ്തു. കൃഷിപ്പണിയെടുത്തും കന്നുകാലികളെ മേച്ചും എണ്ണയാട്ടിയും മന്ദപ്പൻ ആ കുടുംബത്തിന്റെ തണലായി മാറി. സ്വന്തം മകനായ അണ്ണൂക്കനേക്കാൾ അമ്മായിക്ക് പ്രിയപ്പെട്ടവനായി മന്ദപ്പൻ വളർന്നു. അവന്റെ അർപ്പണബോധം കണ്ട് അമ്മാവൻ തന്റെ സ്വത്തിന്റെ പകുതി അവന് നൽകി. കാലം കടന്നുപോയി. അമ്മായിയുടെ ഉപദേശപ്രകാരം മന്ദപ്പൻ എണ്ണക്കച്ചവടം ആരംഭിച്ചു. ജീവിതം ഒരു സ്ഥിരതയിലേക്ക് നീങ്ങുന്നതുപോലെ തോന്നി.
സ്ഥിരതയാർന്ന ഒരു ജീവിതം നയിച്ചിരുന്നാലും മന്ദപ്പൻ തന്റെ ഉള്ളിലെ ചേകവരെ ഒരിക്കലും വിട്ടുകളഞ്ഞിരുന്നില്ല. അനീതിക്കെതിരെ പോരാടാൻ അവൻ എപ്പോഴും മുന്നിലുണ്ടാകും. അണ്ണുക്കനും മന്ദപ്പനോടൊപ്പം കൈകോർത്തു യുദ്ധത്തിലേക്ക് ഇറങ്ങും. കൃഷി നശിപ്പിക്കുകയും കന്നുകാലികളെ മോഷ്ടിക്കുകയും ചെയ്തിരുന്ന കുടകിലെ ശത്രുക്കൾക്കെതിരെ മന്ദപ്പനും കൂട്ടരും പോരാടി. സാധാരണ ജനങ്ങളുടെ ശക്തിയും ആശ്രയവുമായി മന്ദപ്പൻ ചേകവർ എപ്പോഴും നിലകൊണ്ടു. ഒരിക്കൽ എണ്ണ വിൽപ്പന കഴിഞ്ഞു മടങ്ങുന്ന വഴിയിൽ വളാർക്കോട്ട് കൂവലിന് സമീപത്ത് വെച്ച് മന്ദപ്പൻ അവളെ കണ്ടുമുട്ടി. ചെമ്മരത്തി മന്ദപ്പന്റെ മനസ്സിൽ അവളോട് പ്രണയം പൂവിട്ടു. മന്ദപ്പൻ ചെമ്മരത്തിയോട് ചോദിച്ചു, നീ വിവാഹിതയാണോ? ചെമ്മരത്തി മൃദുവായി മറുപടി നൽകി, ഇല്ല, എന്റെ വിവാഹം കഴിഞ്ഞിട്ടില്ല. മന്ദപ്പൻ അവളെ നോക്കി പറഞ്ഞു, നിന്റെ സമ്മതത്തോടെ നിന്നെ ഞാൻ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. ചെമ്മരത്തി പറഞ്ഞു, മുറപ്രകാരമുള്ള വിവാഹമാണെങ്കിൽ മാത്രം എനിക്ക് സമ്മതം. അതുകേട്ട് മന്ദപ്പൻ പറഞ്ഞു, നിന്റെ ആഗ്രഹപ്രകാരം തന്നെ ഞാൻ നിന്നെ വിവാഹം ചെയ്യും. അതിനുശേഷം സ്നേഹത്തോട് ചെമ്മരത്തി തന്റെ മൺകുടത്തിൽ നിന്നും വെള്ളം മന്ദപ്പന് നൽകി. അവരുടെ പരിചയം വേഗത്തിൽ പ്രണയമായി, പിന്നീട് വിവാഹമായി. വിവാഹത്തിനു ശേഷം മന്ദപ്പനും ചെമ്മരത്തിയും ഒരുമിച്ച് താമസം തുടങ്ങി. എന്നാൽ അവന്റെ തൊഴിൽ കാരണം അവൻ പലപ്പോഴും ദൂരദേശങ്ങളിലേക്ക് യാത്ര ചെയ്യേണ്ടി വന്നു. വാനവർ നാട്ടിലും ദാനവർ നാട്ടിലും വീരരാജൻ പേട്ടയിലും എണ്ണക്കച്ചവടം നടത്തി മടങ്ങിവരുന്നത് അവന്റെ പതിവായിരുന്നു. എന്നാൽ ഈ യാത്രകൾ അവരുടെ കുടുംബജീവിതത്തിൽ ചെറിയ വിള്ളലുകൾ ഉണ്ടാക്കി. മന്ദപ്പൻ പലപ്പോഴും വൈകി വീട്ടിലെത്തും. ചെമ്മരത്തി കാത്തിരിക്കും. ആ കാത്തിരിപ്പ് പതിയെ സംശയമായി മാറി. ഒരു രാത്രി എണ്ണക്കച്ചവടം കഴിഞ്ഞു വരാൻ വൈകിയതിനാൽ മന്ദപ്പൻ അവിടെ കിടന്നുറങ്ങേണ്ടി വന്നു. വല്ലാത്ത വിശപ്പ് അനുഭവപ്പെട്ടിരുന്നെങ്കിലും വൈകിയെത്തുമ്പോഴുള്ള ചെമ്മരത്തിയുടെ പ്രതികരണം എന്തായിരിക്കുമെന്ന് ആകുലപ്പെട്ടുകൊണ്ട് അവൻ ഉറങ്ങി. മന്ദപ്പൻ ഏറെ വൈകിയാണ് അന്ന് വീട്ടിലെത്തിയത്. എന്നാൽ അദ്ദേഹത്തെ സംശയിച്ച ചെമ്മരത്തി വാതിൽ തുറക്കാനോ കുരച്ചു ചാടിയ നായയെ തടയാനോ കൂട്ടാക്കിയില്ല. ഒരുപാട് നേരം പുറത്തുനിന്ന് വിളിച്ചിട്ടും വാതിൽ തുറക്കാത്തതിനാൽ മന്ദപ്പൻ അത് ചവിട്ടി തുറന്ന് അകത്തു കയറി. ഇന്നലെ നീ ആരുടെ കൂടെയായിരുന്നോ അവരുടെ അടുത്തേക്ക് തന്നെ പൊയ്ക്കോളൂ, ചെമ്മരത്തി ആക്രോശിച്ചു. വിശക്കുന്നുവെന്ന് പറഞ്ഞപ്പോൾ പാലിന് പകരം ചോര കുടിക്കാനും ചോറിന് പകരം തലച്ചോറ് തിന്നാനും അവൾ പരിഹസിച്ചു. ഒടുവിൽ കൈപോലും കഴുകാതെ അവൾ അരി അടുപ്പത്തിട്ടു. കറി എവിടെ എന്ന ചോദ്യത്തിന് നിന്നെ അരിഞ്ഞു കറിയുണ്ടാക്കട്ടെ എന്നായിരുന്നു അവളുടെ മറുപടി. വിശപ്പടക്കാൻ ഒരുരുള ചോറെടുത്തപ്പോൾ അതിൽ കല്ലും മണ്ണും മുടിയും കണ്ട് മന്നപ്പൻ വേദനയോടെ അത് താഴെ വെച്ചു. രണ്ടാമത്തെ ഉരുള എടുത്തപ്പോൾ അത് രണ്ടായി പിളർന്നു. മൂന്നാമത്തെ ഉരുള കയ്യിലെടുക്കുമ്പോഴേക്കും ദൂരെ യുദ്ധകാഹളം മുഴങ്ങി. കുടകിലെ കന്നുകാലികളെയും വിളകളെയും കൊള്ളയടിക്കാൻ ശത്രുക്കളെത്തിയ വിവരമറിഞ്ഞ് ഭക്ഷണം പാതിവള്ളിയിൽ ഉപേക്ഷിച്ച് മന്നപ്പൻ എഴുന്നേറ്റു. ആയുധം എടുത്ത് ധൃതിയിൽ ഇറങ്ങി. ധൃതിയിൽ ഇറങ്ങുന്നതിനിടെ അദ്ദേഹത്തിന്റെ തല വാതിലിൽ തട്ടി ചോരയൊലിച്ചു. യുദ്ധത്തിന് പോകും മുൻപ് ചോര കണ്ടാൽ മരണം ഉറപ്പാണ് എന്ന് ചെമ്മരത്തി പറഞ്ഞു. അവൾ കോപത്തോടെ പറഞ്ഞു, കൊടക് സൈന്യം നിന്നെ വെട്ടി വീഴ്ത്തട്ടെ, നിന്റെ ശാപം സത്യമാകട്ടെ എന്ന് ശാന്തനായി മറുപടി നൽകി മന്ദപ്പൻ യുദ്ധക്കളത്തിലേക്ക് നീങ്ങി. അങ്ങനെ മന്ദപ്പൻ തന്റെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ യുദ്ധത്തിലേക്ക് പുറപ്പെട്ടു. പടഭൂമിയിൽ മന്ദപ്പൻ ഒരിക്കൽ കൂടി തന്റെ വീരത തെളിയിച്ചു. ശത്രുക്കളെ നേരിട്ട് അവൻ വിജയം സ്വന്തമാക്കി. തിരികെ വരും വഴിയിൽ
തന്റെ പീഠമോതിരവും ചെറുവിരലും നഷ്ടപ്പെട്ടതായി അവൻ തിരിച്ചറിഞ്ഞു. അത് തിരികെ നേടാൻ അവൻ ഒറ്റയ്ക്ക് യുദ്ധഭൂമിയിലേക്ക് മടങ്ങി. അവിടെ പരാജയത്താൽ ക്രുദ്ധരായിരുന്ന ശത്രുക്കൾ അവനെ കാത്തിരുന്നു. ഈ പ്രാവശ്യം അവർ നേരിട്ട് പോരാടിയില്ല. ചതിയിലൂടെ അവർ മന്ദപ്പനെ വെട്ടിനുറുക്കി. ശാപവാക്കുകളോടെ ഭർത്താവിനെ യുദ്ധത്തിനയച്ച ചെമ്മരത്തി തന്റെ വീടിന്റെ മുറ്റത്ത് ഒരു കാഴ്ച കണ്ട് നടുങ്ങിപ്പോയി. വാഴയിലയിൽ രക്തം പുരണ്ട മന്ദപ്പന്റെ ചെറുവിരലും മോതിരവും വീണുകിടക്കുന്നു. പ്രിയപ്പെട്ടവന്റെ വിയോഗം തിരിച്ചറിഞ്ഞ അവൾ കുറ്റബോധത്താൽ നീറി ഉച്ചത്തിൽ കരയാൻ തുടങ്ങി. മന്ദപ്പനെ തേടി വന്ന അണ്ണൂക്കനും കൂട്ടരും കണ്ടത് ചിതറിക്കിടക്കുന്ന അദ്ദേഹത്തിന്റെ ശരീരഭാഗങ്ങളാണ്. അന്ത്യകർമ്മങ്ങൾക്കായി മന്നപ്പന്റെ ഭൗതിക ശരീരം ചിതയിലേറ്റി അഗ്നി പകർന്നു. തന്റെ ഭർത്താവിന് സംഭവിച്ച ദുരന്തം അവൾ സഹിക്കാനായില്ല. ചിത ആളിക്കത്തുമ്പോൾ നോക്കൂ, ആകാശത്ത് ഒരു പുതിയ നക്ഷത്രം ഉദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ചെമ്മരത്തി എല്ലാവരുടെയും ശ്രദ്ധ മാറ്റുകയും നിമിഷനേരം കൊണ്ട് ആ ജ്വാലയിലേക്ക് ചാടി ആത്മത്യാഗം ചെയ്യുകയും ചെയ്തു. ചടങ്ങുകൾക്ക് ശേഷം അണ്ണൂക്കനും കൂട്ടരും നദിയിൽ കുളിക്കാനിറങ്ങിയപ്പോൾ അത്ഭുതകരമായ ഒരു കാഴ്ച കണ്ടു. ദൂരെ നദിക്കരയിൽ മന്ദപ്പനും ചെമ്മരത്തിയും കുളിക്കുന്നത് അവർ കണ്ടു. അവർ അങ്ങോട്ട് ഓടിച്ചെന്നുവെങ്കിലും അവിടെ ആരുമുണ്ടായിരുന്നില്ല. നനഞ്ഞ ഒരു കല്ല് മാത്രമാണ് അവിടെ അവശേഷിച്ചത്. വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ മന്ദപ്പന്റെ ചൈതന്യം അണ്ണൂക്കന്റെ ശരീരത്തിൽ പ്രവേശിച്ചു. അതോടെ മന്ദപ്പൻ കേവലം ഒരു മനുഷ്യനല്ല, മറിച്ച് ദൈവതുല്യനായ ഒരു കരുത്തനാണെന്ന് അമ്മാവൻ തിരിച്ചറിഞ്ഞു. കണ്ണൂരിൽ നിന്ന് കുടകിലെത്തി പാടങ്ങളിൽ പൊന്നുവിളയിച്ചും ശത്രുക്കളോട് പൊരുതി നാടിനെ രക്ഷിച്ചും വീരമൃത്യു വരിച്ച ആ പോരാളിയെ ജനം ദൈവമായി ആരാധിച്ചു. അങ്ങനെ മന്ദപ്പൻ നാടിന്റെ കാവലാളായ കതിവന്നൂർ വീരൻ എന്ന തെയ്യക്കോലമായി മാറി. ചടുലമായ പദചലനവും മെയ് വഴക്കവുമാണ് കതിവന്നൂർ വീരന്റെ ഏറ്റവും വലിയ പ്രത്യേകത. രാത്രിയിലോ പുലർച്ചയിലോ ആണ് സാധാരണ ഈ തെയ്യമൂർത്തി അരങ്ങിൽ എത്തുന്നത്. കതിവന്നൂർ വീരൻ അരങ്ങേറുന്ന വാഴയും വിവിധ വർണ്ണചായങ്ങളും പന്തങ്ങളും ഉപയോഗിച്ച് തയ്യാറാക്കുന്ന കളം ചെമ്മരത്തി തറ എന്നാണ് അറിയപ്പെടുന്നത്. ആ തറ ചെമ്മരത്തിയുടെ സ്മരണയാണ്. ഇന്നും വീരൻ ചെമ്മരത്തി തറയുടെ സമീപത്ത് നിന്നുകൊണ്ട് സ്നേഹത്തോടെ വിളിക്കുന്നു, എന്റെ ചെമ്മരത്തി.